ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ കർത്തൃ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പ്രത്യേക കാഴ്ചകൾ ദൈവാത്മാ കാണിക്കാനിടയായി. ഒന്ന്, ഹല്ലേലൂയ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഒരു മൃഗം, ജീസസ്. ഹല്ലേലൂയ. അതിൻ്റെ പ്രത്യേകത ജീസസ്. അറിയാം, കാട്ടുപോത്തിന് കൊമ്പുണ്ട്. അതുപോലെ ഏകദേശം കാട്ടുപോത്തിന് വലിപ്പമുള്ള ഒരു മൃഗം. എന്നാൽ അതിൻ്റെ ഈ സ്തോത്രം നമ്മൾ സിംഹത്തിനൊക്കെ കുഞ്ചിരോമോ എന്നില്ലേ, കഴുതയ്ക്കൊക്കെ കുതിരയ്ക്കൊക്കെ കുഞ്ചിരോമോ എന്ന് പറയുന്ന ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് രണ്ട് കത്തി രണ്ട് വശത്തെ നിൽക്കുകയാണ്. അത് രണ്ട് വശത്തും മൂർച്ചയുള്ള ഇരുവായുത്തിലുള്ള വാളെന്ന് പറയുന്ന പോലെ രണ്ട് വശത്തും ഹല്ലേലൂയ വായ്ത്തലയുള്ള അല്ലെങ്കിൽ മൂർച്ചയുള്ള രണ്ടെണ്ണം രണ്ട് സൈഡിലേക്ക് നിൽക്കുകയാണ്. ഞാൻ കർത്താവിനെ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മരണം ജീസസ് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സാധാരണ നമുക്കറിയാം, ഇപ്പോൾ ഒരു കാളയോ പോത്തോ ഒരു മനുഷ്യനെയോ അല്ലെ എന്തിനെങ്കിലും കൊമ്പ് കൊണ്ട് കുത്തുവോ അല്ലെങ്കിൽ കൊമ്പ് കൊണ്ട് കോർത്ത് എറിയുകയോ ചെയ്താൽ പെട്ടെന്ന് മരണം സംഭവിക്കാൻ ഇല്ല, ചുരുക്കമേ സംഭവിക്കത്തുള്ളൂ. അതുപോലെയുള്ള ക്ഷതം സംഭവിച്ചു ഇല്ലെങ്കിൽ. എന്നാൽ ഇത് അങ്ങനല്ല. ഇതുകൊണ്ട് കൊമ്പ് കൊണ്ട് പൊക്കി എടുത്തിട്ട് നേരെ ഈ വാളിലേക്കായി ഇടുന്നത് ജീസസ്. അപ്പം തന്നെ മരണം സംഭവിക്കുന്ന നമ്മൾ ഈ നാളുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പം തന്നെ മരണം സംഭവിക്കുന്ന അപകടങ്ങൾ ഹല്ലേലൂയ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ജീസസ്. ദൈവജനം ഉണർന്നും ശക്തമായും പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. ഹല്ലേലൂയ. അടുത്തൊരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചത് ഹല്ലേലൂയ ഓടിട്ട മേൽക്കൂര. അത്രയും ഞാൻ പറയുന്നത് വിശദീകരിക്കുന്നില്ല. ഓടിട്ട മേൽക്കൂര. എന്നാൽ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു 3 4 കൃത്യമില്ല, മുള ഇങ്ങനെ മുളച്ച് പൊങ്ങി വരികയാണ്. മുകളിലോട്ട്, ഓടിൻ്റെ മുകളിലോട്ട്. ഓടൊന്നും പൊട്ടിയിട്ടില്ല, പക്ഷെ ഒരു 3 4 മുള ഇങ്ങനെ നല്ല ബലമുള്ള മുള പൊങ്ങി വരികയാണ്. പെട്ടെന്ന് ദൈവാത്മാവ് എനിക്ക് ഒരു വചനം തന്നത്, എന്നാൽ ഈശായുടെ ബുദ്ധിയിൽ നിന്ന് 11:1 ഈശായുടെ ബുദ്ധിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെട്ടു. അവൻ്റെ മേൽ ജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തി, അങ്ങനെ 7 ആത്മാക്കളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യേശുവിൻ്റെ മേൽ വെളിപ്പെട്ട 7 ആത്മാക്കൾ. അപ്പോൾ ഇത് അസാധാരണമായ നിലയിൽ ഒരു വശത്ത് പിശാച് ശക്തിയോടെ പോരാടുമ്പോൾ മറുവശത്തുനിന്നും ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകും. അത് അങ്ങനെയുള്ള വ്യക്തികൾ പുറത്തു വരുമ്പോൾ ഇന്ന് എതിർത്ത് നിൽക്കുന്നവർ പോലും വായിക്കൽ കൈവെക്കുന്ന തലത്തിൽ ജീസസ്. നമുക്കറിയാം, സാധു സുന്ദർ സിംഗ് രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേർന്ന് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാൻ തുടങ്ങിയപ്പോൾ ആദ്യം തൻ്റെ കുടുംബത്തിൽ നിന്ന്, പിന്നെ നാട്ടുകാരിൽ നിന്ന്, ദേശക്കാരിൽ നിന്നൊക്കെ അതിശക്തമായ പോരാട്ടം നേരിട്ട ഒരാളാണ് സാധു സുന്ദർ സിംഗ്. ജീസസ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. ജീസസ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം തന്നെ ടിബറ്റിലേക്ക് ചെന്നപ്പോഴാണെന്ന് തോന്നുന്നു, ഞാൻ കൃത്യം ഓർക്കുന്നില്ല, അതോ നേപ്പാളിൽ വെച്ചാണോ എന്ന് ഓർക്കുന്നില്ല, ആണികൾ തറച്ചിരിക്കുന്ന പലകപ്പുറത്ത് ഇദ്ദേഹത്തെ കിടത്തി. ആണികളിങ്ങനെ ഹല്ലേലൂയ ശരീരത്തിലേക്ക് കുത്തിക്കയറും. എന്നാൽ ആ സമയത്ത് അവിടെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഇദ്ദേഹത്തെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അപ്പം തന്നെ ആണി കയറിയ പാടുകളെല്ലാം കരിഞ്ഞു. സ്തോത്രം. അവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി. അതുപോലെ പീഡനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു. അതേ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയുള്ളവർ അത്ഭുതപ്പെടുമാറ് ചില ഇടങ്ങളിൽ ചില മുള പൊട്ടിപ്പുറപ്പെടാനുള്ള സമയമായി.
ഹാലേലിയ. സാധാരണ നിലയിൽ നിൽക്കുന്ന നമുക്കറിയാം, ആനീനാൾ പലരും അങ്ങനെ പല സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ട് പക്ഷേ അവർ ലെവലിൽ നിന്നുപോയി. എന്നാൽ ഇതങ്ങനെയല്ല. അസാധാരണ നിലയിലേക്ക് കയറി വരുന്ന, അല്ലെങ്കിൽ ആ ദൈവദിനം പറയുന്ന പോലെ തന്നെ കയറി വരുന്ന അതിശക്തമായ ചില മുളകൾ വെളിപ്പെട്ടു വരാൻ പോകുന്ന നാളുകളാണ്. മറക്കണ്ട, ആദ്യം പറഞ്ഞ ഒട്ടും മറക്കണ്ട. ഹാലേലിയ. പ്രത്യേക തരത്തിൽ വെളിപ്പെട്ട മൃഗം, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന, ജീസസ്, ഒരവസരമില്ലാത്ത നിലയിൽ മരണം സംഭവിക്കുന്ന ഹാലേൽ പ്രവൃത്തികൾ, വിഷാദിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു എന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ജീസസ്. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇന്നാരെന്നൊന്നുമില്ല. ആരെ കിട്ടിയാലും അവൻ ഈ കൊമ്പെ കോർത്തിട്ട് ഈ വാളിലേക്കിടും, ക്ഷണം മരണം സംഭവിക്കും. അതുകൊണ്ട് ദൈവജനം എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കട്ടെ. ഹാലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കട്ടെ. ജീസസ്. ഹാലേലൂയ. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കട്ടെ. ഹാലേലൂയ. നമ്മള് പഴയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹാലേലൂയ. അവർ എൻ്റെ പ്രമാണത്തിൽ നിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല. ജീസസ്. ഉണ്ടോ? അപ്പം പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ ദൈവം ആദരിക്കത്തില്ല, ഓർക്കത്തില്ല, തള്ളിക്കളയും. ജീസസ്. അതുകൊണ്ട് തന്നെ വചനമാണ് പ്രമാണം. ഹാലേലൂയ. പഴയ നിയമത്തോട് പറയുമ്പോൾ 10 കൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനകളും അഥവാ ആവർത്തന പുസ്തകത്തിൽ തന്നിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചേരുന്നതാണ് പ്രമാണം. ജീസസ്. ഹാലേലൂയ. എന്നാൽ അവർ എന്ത് ചെയ്തു? ആ പ്രമാണത്തിൽ നിന്നില്ല, ദൈവം അവരെ ആദരിച്ചുമില്ല, തള്ളിക്കളഞ്ഞു. ജീസസ്. അതിന്റെ കാര്യം വിശേഷത്തിൽ പറയുന്നുണ്ട്. അവർ അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് താൻ തന്നെ അവർക്ക് ശത്രുവായി തീർന്നിട്ട് അവരോട് യുദ്ധം ചെയ്തു. ദൈവം യുദ്ധം ചെയ്താൽ ആർക്ക് നിൽക്കാൻ കഴിയും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ ഹാലേലൂയ നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. പ്രത്യേക ഒരു കാര്യം, പിശാചിനെ ഉയർത്തി കാണിക്കാനില്ല, പിശാച് മുഴുവലത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീസസ്. ലൂസിഫർ അവന്റെ ശക്തി ഹാലേലൂയ 10 മടങ്ങായി തൻ്റെ അനുയായികളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർ കഠിന ഹൃദയന്മാരായി, ദയയില്ലാത്തവരായി, കരുണയില്ലാത്തവരായി. ഹാലേലൂയ. നമ്മൾ ചില രാജ്യങ്ങൾ നടക്കുന്ന യുദ്ധങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യവുമില്ല, പക്ഷേ ആ യുദ്ധം നിർത്താൻ നടത്തുന്നവർക്ക് ഒരു താല്പര്യമില്ലാത്ത കഠിന ഹൃദയന്മാരായി പോയി. ആയിരങ്ങൾ മരിച്ചു വീഴുന്നു. ഹാലേലൂയ. അതുപോലെയാണ് ഹാലേലൂയ മറ്റു പ്രവർത്തികളും. ജീസസ്. കൊല്ലുന്നതിനും കൊലയ്ക്കുമൊന്നും ഒരു കരുണയുമില്ല, കഠിന ഹൃദയന്മാരായി പോയി. കാരണം ഷാജുക്കൾ അതിന്റെ ആ പവർ കൂടിയാണ് വെളിപ്പെടുന്നത്. ലൂസിഫർ അവരുടെ മേൽ പകർന്ന് പിന്നെയും ശക്തി. നമ്മൾ 6:10 വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഇതുപോലെ തന്നെ പൈശാചിക കിങ്കരന്മാരെ ഹാലേലൂയ അമിതബലം കൊണ്ട് നിറച്ച് ലൂസിഫർ അയക്കുകയാണ്. എത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്യാനും അവരെ കൽപ്പിച്ചു വിടുകയാണ്. ജീസസ്. ഹാലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് ഉണരാം. ഹാലേലൂയ. വെറുതെ ഇരുന്നാൽ നമുക്കറിയാം, കോവിഡ് വന്ന് ഒരുപാട് ക്ഷീണം സംഭവിച്ചു. ആർക്ക്? ദൈവജനം ഒരുപാട് ക്ഷീണിച്ചു പോയി. സത്യം, യഥാർത്ഥമായ നല്ല പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആരാധനകൾ ഉണ്ടായിരുന്നു. എല്ലാമല്ല ഉണ്ടായിരുന്നു, എന്നാൽ അതും പോലും നിന്നുപോയി. പിന്നെ അതൊന്ന് പുതുക്കി പുറപ്പെട്ട് തുടങ്ങിയപ്പോൾ അടുത്ത ഓരോരോ തടസ്സങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ജീസസ്. ഹാലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആഗോള വ്യാപകമായി തന്നെ ദൈവജനത്തിന് വിരോധമായി അതിശക്തമായ പോരാട്ടങ്ങൾ വെളിപ്പെടും. അതിന്റെ നാളുകൾ അടുത്തുകൊണ്ടിരിക്കുക. ഹാലേലൂയ. അവിടാണ് യേശു നമ്മളോട് പറഞ്ഞ ഹാലേലൂയ ഒരു വചനം. ഹാലേലൂയ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളൂ, നഗരത്തിൽ പാർപ്പീൻ
എന്നും അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 45 മുതൽ വായിച്ചാണ്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പീൻ എന്നും പറഞ്ഞു. ഇതേ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു സുവിശേഷത്തിന് പറയുവാൻ വേണ്ടി. തുടർന്ന് 70 പേരെ നിയമിച്ചു. അവരുടെ പേരും ശക്തിയും അധികാരവും കൊടുത്ത് രണ്ട് പേരെ വീതമയച്ചു സുവിശേഷത്തിന് വേണ്ടി. പോയിട്ട് വന്ന് അവര് ചെയ്ത ഒരുപാട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഒടുവിൽ വന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലോ രോഗികൾ സൗഖ്യമാകുന്നതിലോ അല്ല വിഷയം, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ പേരെഴുതിയിട്ടുണ്ടോ അതാണ് ഉറപ്പാക്കുന്നത്. അതാണ് പത്രോസും പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാ പറയുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവീൻ. അങ്ങനെ ചെയ്താൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ജീസസ്. അപ്പം കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ഉറപ്പാക്കണമെങ്കിൽ എന്തു വേണം? വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. ജീസസ്. ആരും ഉറപ്പാക്കിയാൽ പോരാ, അധികം ഉറപ്പാക്കണം. അപ്പം അതിനാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ നഗരത്തിൽ തന്നെ പാർപ്പേ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ നഗരം യെരൂശലേം നഗരമാണ്. ഹല്ലേലൂയ. അവിടാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. അവിടാണ് യേശു തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ ശമരിയ, യഹൂദ്യ, ഗലീല ഈ നാടുകളിൽ കൂടെ നടന്ന് തന്റെ ശുശ്രൂഷ തികച്ചു. ജീസസ് വൈശാലിക സാമ്രാജ്യങ്ങളെ തച്ചുടച്ച് അതുപോലെ അന്ധകാരത്തിൽ വീണിക്കിടന്ന ആ ദേശത്ത്, ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ വെളിച്ചം പ്രകാശിച്ചു. അന്ധകാരം മാറി. എന്നാൽ ഈ ന്യായപ്രമാണത്താൽ കഠിനപ്പെട്ടു പോവുക. ജീസസ് ഉണ്ടോ? ന്യായപ്രമാണത്താൽ കഠിനപ്പെട്ടിട്ട് ശാപഗ്രസ്തരായി തീർന്ന അബ്രഹാമിന്റെ സന്തതികൾ, അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരുടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാവരും കൂടെ കൂടി യേശുവിനെ ക്രൂശിച്ചു. എന്നാൽ അവരങ്ങനെ ചെയ്തെങ്കിലും അത് തിരുവെഴുത്തുകളിൻ പ്രകാരം അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. തൃത്വത്തിന്റെ തീരുമാനപ്രകാരം മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന് വേണ്ടി ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ നിത്യ സൗഭാഗ്യം തിരികെ തരുവാൻ തൃത്വത്തിൽ ഒരുവനായി യേശു കർത്താവ് മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹാലേലൂയ. മരണം സ്വയമായി ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ആ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാഗ്ദത്തമാണിത്. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ വാങ്ങി നിങ്ങളുടെ മേൽ അയക്കും.
സ്തോത്രം. അപ്പം നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ, നഗരത്തിൽ തന്നെ പാർപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ആദ്യമേ യേശു മുന്നിലായിരുന്നപ്പോൾ തന്നെ ഇവർക്ക് ശക്തി മര്യാദയൊക്കെ കൊടുത്തതാണ്. പക്ഷെ യേശു കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ, ചെരുപ്പ് ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല. അല്ലേ? എന്നാൽ അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനപ്പെടുത്തും, സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. ജീസസ്. ഹല്ലേലൂയ. അപ്പം യോഹന്നാൻ സ്നാപകൻ അത് വെളിപ്പെട്ട് കിട്ടി. ജീസസ് സ്നാപകൻ പറയാണ്, യേശു നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. ആ തീ കൊണ്ടുള്ള സ്നാനമാണ് മാളിക മുകളിൽ വെളിപ്പെട്ടത്. ജീസസ്. അല്ലേ? അതിനാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുള്ളൂ, നഗരത്തിൽ തന്നെ പാർപ്പീൻ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശു കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ആത്മാവിനെ പകരുമ്പോൾ അത് ആത്മസ്നാനം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. വെള്ളത്താലുള്ള സ്നാനം. രണ്ടാമത് ആത്മസ്നാനം, അതിന്റെ അടയാളമാണ് അന്യഭാഷ. ജീസസ്. ഹല്ലേലൂയ. മൂന്നാമത് യോഹന്നാൻ സ്നാപകൻ തന്നെ പറഞ്ഞ തീ കൊണ്ടുള്ള സ്നാനം. ആ സ്നാനമാണ് ഇവിടെ യേശു പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ, നഗരത്തിൽ തന്നെ പാർപ്പീൻ. അങ്ങനെ നമുക്കറിയാം, വാഗ്ദത്ത പ്രകാരം മർക്കോസിനെ മാളികയിൽ അവർ കാത്തിരുന്നു. 10-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ നിലയിൽ വെളിപ്പെട്ടു വന്നു. കൊടിയ കാറ്റടിക്കുന്ന പോലെ മുഴക്കത്തോടെ ഇറങ്ങി വന്നു അവൻ ഇടുന്ന ഇടം മുഴുവൻ നിറച്ചു. ജീസസ്. അതോടുകൂടെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ വന്ന് പതിഞ്ഞു. തീയാലുള്ള സ്നാനം അന്ന് അവരുടെ മേൽ വെളിപ്പെട്ടു വന്നു. ആദ്യ നൂറ്റാണ്ടിൽ സഭയുടെ ആരംഭത്തിൽ തന്നെ ആ തീയാലുള്ള സ്നാനം വെളിപ്പെട്ടു. ആ തീയോടെ ബലത്തോടെയാണ് പിന്നെ ഇവരിറങ്ങിയത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ, പുരോഹിതന്മാരും ഒക്കെ എന്ത് ചെയ്യാനിടയായി? യേശുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുവാനിടയായി. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, യേശു കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. അപ്പൊ പിതാവ് ആകർഷിച്ചിട്ട് ഇന്ന് പുരോഹിതന്മാരായി നടക്കുന്ന പലരും അത് വിട്ടിട്ട് പുറത്തു വന്ന് യേശുവിനോട് ചേരുന്നുണ്ട്. കാര്യം ഇതാണ്. ഹല്ലേലൂയ, ജീസസ്. അപ്പോ ഹല്ലേലൂയ, സ്തോത്രം. യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ, നഗരത്തിൽ തന്നെ പാർപ്പീൻ. അന്ന് അത് ഭയങ്കര അത്യാവശ്യമായിരുന്നു. കാരണം ഹല്ലേലൂയ, സ്തോത്രം, ഈ മഹാപുരോഹിത വർഗത്തെ, പുരോഹിത വർഗത്തെ, ഹല്ലേലൂയ, സ്തോത്രം, പരീശന്മാര്, ശാസ്ത്രിമാര്, സമൂഹം, അതിന്റെ താഴെ സാധാരണ ജനം, ഈ മേളിലുള്ള സാധാരണ ജനത്തിന് മേളിലുള്ള ഈ സമൂഹം ന്യായപ്രമാണത്താൽ കഠിനപ്പെട്ടു പോയവരാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്താൽ കഠിനപ്പെട്ടു പോയവരാ, മറ്റൊന്നും കൊണ്ടല്ല, ന്യായപ്രമാണം കൊണ്ട് കഠിനപ്പെട്ടു പോയി. ജീസസ്. അതുകൊണ്ടാണ് നമ്മൾ ഗലാത്യർ 3:13 വായിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു ക്രൂശിന്മേൽ മരിച്ചത്. അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ ശാപത്താൽ കഠിനപ്പെട്ടു പോയ ഈ ജനത്തിൽ വിടുതൽ വ്യാപരിക്കണമെങ്കിൽ സാക്ഷാൽ തീ എത്തണം. ഹല്ലേലൂയ. പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അമേരിക്കയിലെ ട്വിൻ ടവർ എന്നറിയപ്പെട്ടിരുന്ന ആ 2 കെട്ടിടങ്ങൾ കുറെ വർഷങ്ങൾക്കും അറിയാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, പ്ലെയിൻ ഇടിച്ചു കയറ്റി ഹല്ലേലൂയ അതിനെ തകർത്ത് കളഞ്ഞു. സ്തോത്രം. ഉരുക്കുകൊണ്ട് തന്നെ പണിത കെട്ടിടങ്ങളായിരുന്നത്. അത്രയും ഹൈറ്റിൽ ഉരുക്കുകൊണ്ട് പണിത കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് അല്ല, ഉരുക്ക്. ഹല്ലേലൂയ. എന്നാൽ ഈ പ്ലെയിൻ ഇടിച്ചു കയറ്റിയപ്പോൾ അതിന്റെ ഹല്ലേലൂയ, സ്തോത്രം, ആ ഏവിയേഷൻ സ്പിരിറ്റ് അങ്ങോട്ട് കത്തിക്കഴിഞ്ഞപ്പോൾ ആ തീയുടെ ചൂടിന്റെ മുമ്പിൽ ഉരുക്ക് നിന്ന് ഉരുകി.
അങ്ങനെയാണ് അത് രണ്ടും ഇടിഞ്ഞു വീണത്. ഹാലേലിയ. അപ്പൊ കട്ടിയുള്ള ഉരുക്കും എന്ത് ചെയ്ത് കളഞ്ഞു? ഏവിയേഷൻ സ്പിരിറ്റ് കത്തിയപ്പോഴുള്ള ചൂടിൽ ഉരുകിപ്പോയതുപോലെ ന്യായപ്രമാണത്താൽ കഠിനപ്പെട്ടു പോയ കാഠിന്യമേറി നിന്ന ആ മണ്ഡലത്തെ ആത്മാവിന്റെ തീ ഇറങ്ങി വന്നപ്പോൾ കത്തിച്ചു ചിതറി. അതുകൊണ്ടാണ് പിന്നെ എന്ത് സംഭവിച്ചേ? പുരോഹിതന്മാർ മുതൽ താഴോട്ടുള്ളവർ മാനസാന്തരപ്പെട്ടത്. ജീസസ് അത് തന്നെ ഈ നാളുകളിലും വെളിപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെ കുറെ വർഷങ്ങൾ ആളി കത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പിശാച് പല വഴികൾ നോക്കിയിട്ടും ഇത് ആളി കത്തുന്നല്ലാതെ ഇതിനൊരു കുറവ് വരുന്നില്ല കണ്ടപ്പോൾ ഹാലേലിയ പണ്ട് ഇസ്രയേൽ ജനത്തിന്റെ ഇടയിലേക്ക് ഹാലേലിയ മോവാബ്യ സ്ത്രീകളെ കയറ്റി വിട്ടതുപോലെ, മോവാബ്യ ആചാര്യങ്ങളെ കയറ്റി വിട്ടതുപോലെ, വിഗ്രഹ മാലിന്യങ്ങൾ അവരെ കൊണ്ട് തീറ്റിച്ച് അവരുടെ വേർപാട് നഷ്ടപ്പെടുത്തിച്ചതുപോലെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ AD 325 ആയപ്പോൾ ഹാലേലിയ സ്വത്രം പിശാച് ഹാലേലിയ അടുത്തൊരു തന്ത്രം മെനഞ്ഞു. ഈ ജനത്തിന്റെ വേർപാട് നശിപ്പിക്കണം. ഹാലേലിയ അങ്ങനെ വേർപാട് നശിപ്പിച്ചിട്ട് അണ്ടാത്ത ആചാരങ്ങളെല്ലാം ദൈവസഭയ്ക്കകത്തോട്ട് കയറ്റി വിട്ടു. ജീസസ് ആളി കത്തിക്കൊണ്ടിരുന്ന തീ അണഞ്ഞുപോയി. ജീസസ് ഓ ഹല്ലേലൂയ. പിന്നെ അവിടെ ഇവിടങ്ങളിലൊക്കെ ചെറുതായി ഇടയ്ക്കിടയ്ക്ക് ഈ തീ കത്തിയെങ്കിലും അതങ്ങോട്ട് കത്തി പടരാൻ കഴിയാതെ വണ്ണം ദൈവസഭയെന്ന് ലേബല് വെച്ചിരിക്കുന്നവർ തന്നെ അനാചാരങ്ങളിലും ദുരാചാരങ്ങളിലും കുടുങ്ങി പരിശുദ്ധാത്മാവിനെ പുറത്തു നിർത്തിയത് നിമിത്തം. ജീസസ് ഹല്ലേലൂയ. ഓ ഹാലേലൂയ. ദൈവപ്രവൃത്തിക്ക് വിരോധമായി നിന്ന് ആളിക്കത്തിക്കൊണ്ടിരുന്ന തീ ഹാലേലൂയ ചില സന്ദർഭങ്ങളിൽ കെട്ടുപോയി, ചില സന്ദർഭങ്ങളിൽ അല്പം ഒന്ന് കത്തി. എന്നാൽ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞെങ്കിലും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ശക്തന്മാരെ അഭിഷക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു, അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിച്ചു, ഓരോ രാജ്യങ്ങളിൽ ഉണർവഹിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ നാം ഏറ്റി നിൽക്കുന്നത് അന്ത്യനാളുകൾ. ഇനിയും അതുപോലെയല്ല, അതിനേക്കാൾ ശക്തമേറിയ ഒരു ആത്മപകർച്ച വെളിപ്പെടേണ്ട സമയമാണ്. ജീസസ് കഠിനപ്പെട്ടു പോയ പലതിന്റെ അകത്തു നിന്നും ശക്തിയേറിയ മുളയായി പുറത്തു വരേണ്ട ചിലതുണ്ട്. ജീസസ് അത് പുറത്തു വന്ന് അതിശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിനെതിരെ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ശക്തമേറിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നാളുകൾ മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ കർത്താവിന്റെ ഹല്ലേലൂയ ഉയരത്തിലെ ശക്തി പ്രാപിക്കുവാൻ ഈ നാളുകളിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവർ ഉണർന്നു പ്രാർത്ഥിക്കട്ടെ. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 6:10 പറഞ്ഞ ഒടുവിൽ. കണ്ടോ, ഒടുവിൽ ഈ അന്ത്യനാളുകളിൽ എന്ത് ചെയ്യണം? കർത്താവിലും ആ യേശുവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ആദ്യം പറഞ്ഞ ദൂത് മറക്കണ്ട. മരണം ഇനി എങ്ങനെ വരുന്നു എന്ന് കണ്ടല്ലോ, ദൈവാത്മാവ് വെളിപ്പെടുത്തിയല്ലോ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ടക്കേത് വെട്ടിക്കളയുന്ന പോലെ ജീസസ് മരണം വെളിപ്പെടുവാൻ ഇറങ്ങിക്കഴിഞ്ഞു വിശാല്. ജീസസ് എന്നാൽ അതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കേ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. കോവിഡ് വന്ന് ഒരുപാട് പേര് ഉറങ്ങിപ്പോയി. 100 പേരെ എടുത്താൽ 80 പേര് ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. പിന്നെ ഒരു 10 പേർക്ക് ഒരു അല്പം ജീവനുണ്ട്. ഹല്ലേലൂയ. പിന്നെയുള്ള 10 പേരേ ഉള്ളൂ ഏകദേശമൊക്കെ ഒരു തരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജീസസ് വിരലേനുള്ളവരെ ആ തീയുടെ അനുഭവത്തിൽ നിൽക്കുന്നുള്ളൂ. ജീസസ് ഹല്ലേലൂയ. എന്നാൽ അവരെയും എങ്ങനെയും ക്ഷീണിപ്പിച്ച് പുറകോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ച് പിശാച് മെനയുന്ന തന്ത്രങ്ങൾ ഹല്ലേലൂയ പലപ്പോഴും ദൈവജനത്തിൽ വെളിപ്പെടുന്നില്ല. തന്ത്രങ്ങൾ, ഭയങ്കര തന്ത്രങ്ങളാണ് ഈ നാളുകളിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും.
യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹാലേലൂയ. ലൂസിഫർ പ്രത്യേകമായി പവർ കൊടുത്ത് ഹാലേലൂയ ലോകവ്യാപകമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ ശക്തി ഹാലേലൂയ അനേകർ തിരിച്ചറിയുന്നില്ല. അത് മെനയുന്ന തന്ത്രങ്ങൾ. ജീസസ്. ഹാലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹാലേലൂയ, നമുക്ക് ഈ നാളുകളിൽ കർത്താവിൽ നിന്ന് ആ ഉയരത്തിലെ ശക്തി പ്രാപിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഒരു പ്രാർത്ഥന, അതിനുവേണ്ടി ഒരു ഉപവാസം, അതിനായി നിരന്തരമായുള്ള പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് വെളിപ്പെടട്ടെ. ആ യേശു കർത്താവിനെ പറഞ്ഞില്ലേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ മറക്കണ്ട. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ലൂസിഫറിന്റെ ശക്തി തന്റെ അനുയായികൾക്ക് ഹല്ലേലൂയ ശക്തമായി പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന നാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. എത്രയും ക്രൂരത പ്രവർത്തിക്കണമോ അതിനപ്പുറത്ത് പ്രവർത്തിക്കത്തക്കവണ്ണം ലൂസിഫർ തന്റെ ശക്തി തന്റെ അനുയായികളുടെ മേൽ പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി അത് കൂടി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യൗവനക്കാരെന്നോ കുഞ്ഞുങ്ങളെന്നോ ഗർഭിണികളെന്നോ ഒന്നും ആദരിക്കാത്തൊരു കാലം. സ്വത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പെയാണ് ഇങ്ങനെയുള്ള പൈശാചിക ശക്തികളെ അഴിച്ചുവിടുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ ഇടയിൽ നിന്ന് ചില മുളകൾ പൊട്ടിപ്പുറപ്പെടും. സാധാരണ നിലയിലല്ല, അസാധാരണ തലത്തിൽ പുറപ്പെട്ടു വന്ന് ഹല്ലേലൂയ കർത്താവിന്റെ പ്രവൃത്തി അതിശക്തിയോടെ ചെയ്യുവാനിടയാണ്. എന്നാൽ ദൈവജനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനാണ് ഉണർന്നു പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. ജീസസ്. കർത്താവിന്റെ അമിതബലത്താൽ നിറയപ്പെടുവാൻ നമുക്ക് ഈ നാളുകൾ നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതികമായ വിഷയം, നമ്മളെ പലരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം പണം വേണമെന്നില്ല പ്രിയമുള്ളവരെ. ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഈ കാലത്ത്. ഹല്ലേലൂയ. പിശാച് പിടിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുക. ആവശ്യങ്ങൾ പോലും നടത്തിക്കാതെ നമ്മളെ ഞെരുക്കുന്ന, കടം വാങ്ങിപ്പിക്കുന്ന ഒരു പോരാട്ടം അത് ശക്തമായി വ്യാപരിക്കുന്ന നാളിലാണ് നാം നിൽക്കുന്നത്. ജീസസ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മുടക്കം വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ നമ്മൾ അറിയാതെ ക്ഷീണിച്ചു പോകും. എന്നാൽ പ്രിയമുള്ളവരെ മറക്കരുത്, കർത്താവിന് നമ്മുടെ നിത്യതയാണ് വലുത്. ജീസസ്. നമ്മുടെ നിത്യതയാണ് വലുത്. ഇവിടെ നമ്മൾ അൽക്കമോ ഞെരുക്കമോ പ്രയാസങ്ങളോ ഒക്കെ നേരിടുന്നെങ്കിൽ അതിനെല്ലാം ഒരു സമയപരിധിയുണ്ട്. പക്ഷെ നിത്യതയ്ക്ക് സമയപരിധി ഇല്ല. മറക്കരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. മീഖാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടാവും, നമുക്ക് വായിക്കാം. മീഖാ പ്രവചനം 2:2 മുതൽ വായിച്ചാൽ, അവർ വയലുകളെ മോഹിച്ചു പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ചു കൈക്കലാക്കുന്നു. അങ്ങനെ പുരുഷനെയും അവന്റെ ഭവനത്തെയും അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ വംശത്തിന് നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കുകയില്ല, നിവർന്ന് നടക്കുകയുമില്ല. ഇത് ദുഷ്കാലമല്ലോ. മതി. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നോക്കിക്കേ. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. അവർ വയലുകളെ, മേളത്തെ വാക്യം നല്ല, കിടക്കമേൽ നീതികൾ നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തി ഉള്ളത് കൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ നടത്തുന്നു. വളരെ നമ്മൾ കേൾക്കുന്ന അനേക സംഭവങ്ങളും തലേ ദിവസം തന്നെ ഇവരെന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. കിടക്കമേൽ അവർ നീതികൾ നിരൂപിക്കും. എന്നിട്ട് പ്ലാൻ ചെയ്ത് ആ രീതിയിൽ നേരം പുലരുമ്പോഴല്ല രാത്രി തന്നെ എന്ത് ചെയ്യും? അവർക്ക് പ്രാപ്തിയുള്ളത് കൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ നടത്തുന്നു. ജീസസ്. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു. ഉണ്ടോ? ഹല്ലേലൂയ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടാൽ
അതെങ്ങനെയും കൈവശമാക്കാനുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ആഹാബ് പിടിച്ചു പറിച്ചതുപോലെ നാബോത്തിനെ കൊന്നിട്ടാണെങ്കിലും എനിക്കിത് കൈവശമാക്കണമെന്നുള്ള ആ ആഹാബിന്റെ ഇച്ഛ ആര് സാധിച്ചു കൊടുത്തു? ഇസബേൽ സാധിച്ചു കൊടുത്തു. ജീസസ്. കണ്ടോ, ഇസബേലി വ്യാപാരം ശക്തിയോടെ നിൽക്കുന്ന മേഖലകൾ നോക്കിക്കേ. ഹല്ലേലൂയ. അന്യന്റെ പിടിച്ചു പറിച്ചെടുക്കുവാൻ ഈ ഇസബേലി വ്യാപാരം സഹായിക്കുക. ജീസസ്. മോഹിച്ചു, പിടിച്ചു പറിച്ചു. അടുത്തെന്താ ചെയ്യുന്നു? വീടുകളെ മോഹിച്ചു കൈക്കലാക്കുന്നു. ജീസസ്. പിന്നെ അങ്ങനെ അവർ പുരുഷനെയും ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും കണ്ടോ പീഡിപ്പിക്കുന്നു. പിന്നെ ഇപ്രകാരം ഇതെല്ലാം കണ്ടപ്പോ യഹോവ ഇപ്രകാരം എന്നാ ചെയ്യുന്നത്? ഞാൻ ഈ വംശത്തിന് നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കുകയില്ല, നിവർന്നു നിൽക്കുകയുമില്ല, നിവർന്നു നടക്കുകയുമില്ല. ഇത് ദുഷ്കാലമല്ലോ. കണ്ടോ? ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസും പറയുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയം തർക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളി. മീഖ പ്രവചനം, മീഖ അന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കിക്കേ, ഇത് ദുഷ്കാലമാകിയാൽ എന്ത് എന്നാ പറഞ്ഞേ? ഞാൻ ഈ വംശത്തിന്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. ദൈവം പറയുക, ഞാൻ ഈ വംശത്തിന്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കുകയില്ല, നിവർന്ന് നടക്കുകയുമില്ല. കണ്ടോ, ദൈവം ജനത്തിന്റെ ആ ദോഷപ്രവർത്തികൾ, മറ്റുള്ളവന്റെ പിടിച്ചു പറിക്കുന്നതും അന്യായമായി അപകരിക്കുന്നതും എല്ലാം കണ്ട് ദൈവം മടുത്തപ്പോൾ ദൈവം പറയാണ്, ഞാൻ ഈ വംശത്തിന് നേരെ അനർത്ഥം നിരൂപിച്ചിരിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. ആ ഞാൻ ഒരുക്കിയിരിക്കുന്ന ആ അനർത്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കുവാൻ കഴിയത്തില്ല. മാത്രമല്ല, നിങ്ങൾ നിവർന്ന് നടക്കത്തുമില്ല. ഹല്ലേലൂയ. എന്നിട്ടാ പറയുന്നത്, ഇതെന്നാ കാലമാ? ഇത് ദുഷ്കാലമല്ലോ. അന്ന് പ്രവാചകൻ പറഞ്ഞ ദൂത് ഇന്ന് എത്ര അന്വർത്ഥമായിരിക്കുന്നു. ആ ദൂതിന്റെ നിവൃത്തി കണ്ടോ ഈ കാലത്താ വെളിപ്പെട്ടിരിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉയരത്തിൽ നിന്ന് ശക്തി ധരിപ്പാൻ താങ്കളെ തന്നെ ഏൽപ്പിക്കട്ടെ. കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഒക്കെ മാറി വരട്ടെ. അതിനൊക്കെ മാറ്റം വരട്ടെ. ഹല്ലേലൂയ. ആത്മതലങ്ങൾ കയറുവാൻ ഒരു ആർത്തി ദൈവജനത്തിന് വെളിപ്പെടട്ടെ. ആത്മതലങ്ങൾ കയറി ആത്മതലത്തിൽ നിന്നുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, ആലോചനകൾ പ്രാപിക്കുവാൻ ഒരാർത്തി ദൈവജനത്തിന് വെളിപ്പെടട്ടെ. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന നാളുകൾ, പ്രവാചകൻ പറഞ്ഞു, ഇത് ദുഷ്കാലമാണ്. ഇത് ദുഷ്കാലം തന്നെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവം കൂടെ അനർത്ഥം നിരൂപിച്ചിരിക്കുക. വിശാലിന്റെ പണി മാത്രമല്ല, ദൈവം കൂടെ ജനത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് അനർത്ഥം നിരൂപിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ അനേകർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? കരുത്തതിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ കഴിയത്തില്ല. രണ്ട്, നിവർന്നു നിൽക്കാനും കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പൈശാചിക ശക്തികൾ മുഴുവനത്തോടെ പോരാടും. അതിന്റെ മധ്യത്തിൽ കർത്താവ് വെച്ചിരിക്കുന്ന സമയം വരെ ഇവിടെ ആയിരിക്കണമെങ്കിൽ കർത്താവിന്റെ അമിതബലത്താൽ നിറയണം. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണം. ആത്മതലത്തിൽ കയറി അവിടെ നിന്നുകൊണ്ട് ആലോചനകൾ പ്രാപിക്കുന്ന ജീസസ്. പ്രിയമുള്ളവരെ, മറക്കണ്ട, നമുക്ക് തരുന്ന മറുപടികളെ തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന പിശാചുക്കൾ
ദൂതൻ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, ഒരു കൂട്ടം പിശാചുക്കൾ വട്ടം നിന്ന് ദൂതനോട് മല്ലവിളിച്ച് സൂത്രത്തിൽ അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി നമ്മുടെ മറുപടി നമ്മുടെ കയ്യിൽ തരാതെ പോരാടുന്ന ഈ പൈശാചിക മണ്ഡലങ്ങളുടെ മധ്യത്തിൽ നിൽക്കണമെങ്കിൽ ജീസസ് ആത്മതലങ്ങൾ കയറി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ജീസസ് മറുപടി കയ്യിൽ മേടിക്കുവാൻ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തട്ടെ. ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അതിനായി ഒരു ആർത്തി, ഈ നാളുകളിലേക്കുള്ള ഒരാർത്തി വ്യാപരിക്കട്ടെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഋഷ അപരക ബൗഡേ റബരി അടര റഗദന ഹത്തുര ഹന്തല പ്രവര റൈഷപ്രവരക റംഷേ റബരി അജല മനാദികനത്തു മനക്ഷമനേതകനാദകൻ അന്തൽ കടകം അടലം കടകര കടകാറികലം അർത്ഥപ്രവര റൈഷപ്രവര റീബൽ കടകര. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഓ താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ശൂന്യാകാശത്തിൽ അല്ലെങ്കിൽ ചന്ദ്രനില് അങ്ങനെയുള്ള ഗോളങ്ങളിൽ ഹല്ലേലൂയ ഈ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ഇവിടുന്ന റോക്കറ്റുകൾ പോയിട്ട് പിന്നെ അത് അതിന്റെ ചെറിയ ഭാഗം മാത്രം പോയി, അല്ലെങ്കിൽ ഹല്ലേലൂയ ആ റോക്കറ്റ് മാത്രം അവിടെ ഇറങ്ങി ഹല്ലേലൂയ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് ഫോട്ടോകൾ എടുത്ത് ഭൂമിയിൽ അയക്കുന്നല്ലോ. ഹല്ലേലൂയ ഇതുപോലെ ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ പറന്നു നിൽക്കുന്ന ക്യാമറ ഉണ്ടല്ലോ, ഹെലിക്യാം പോലെ. അത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞാൽ പൈലറ്റ് ഇല്ലാത്ത ചെറിയ വിമാനങ്ങൾ പോലെ പറന്നിറങ്ങി വന്നിട്ട് ദേശത്തെ ശ്രദ്ധിച്ചും വീക്ഷിച്ചും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പറന്നുപോകുന്ന കാഴ്ച ദൈവാത്മാവ് കാണിക്കുക. ജീസസ്. ദേശത്തെ ജനത്തിന്റെ നിലവാരങ്ങൾ, അവിടുത്തെ ആത്മീയ പ്രവർത്തനങ്ങൾ ഒക്കെ വീക്ഷിച്ചിട്ട് അടുത്ത തന്ത്രങ്ങൾ മെനയുവാൻ ഇറങ്ങി വരുന്ന പൈശാചിക പോരുകൾ ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. റൂഡാകബല അടകന ഹറക ക്ഷൈനം പ്രവനകനം ഷേ റിബല ബറുദ റഗദല അത്തുരാ റിദക്ഷിതി അസ്തക്ഷനാജയ ഏൽഖനാകടകന അജലകനാജകനാജകനക്ഷമനക്ഷമനേതക അന്തൽപ്രവരകസി പൗരേ റബരേ അന്തൽപ്രവര. നന്ദി പരിശുദ്ധാത്മാവേ. ലൂറാറബര ഹൃദയ ഹൃദകരെ അജലവരാധിക റത്തുവരക്ഷവർ അന്തൽപ്രവര റൈഷാറബര ഹറകാരാജ അജന വടുക റഗദല ഹടുകര അന്തലപ്രവര റൈഡേറവരെ അന്തൽപ്രവര. ഓ താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. റഷ റബര ഹറക റിഗദല അജല വറുക്ഷര വേദക റസ്ത പ്രവരക റംഷേ റബലി അടകര കടകര ഹസ്ത അധിപതര ഹന്തല ഹസ്തൽ പ്രവരകസി. ഈ സന്ദേശം കേൾക്കുന്ന ആരുടെയോ ചെവിയിൽ ഒരു തീ വന്ന് വീഴുന്നത് പോലെ ദൈവ സാന്നിധ്യം വന്ന് വീഴുന്നുണ്ട്. താങ്ക് യു ജീസസ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നന്ദി പരിശുദ്ധാത്മാവേ. ഈശാവരക ബൗറേറാക അറുതാരകര ഹത്തിരപതിരെ മൗഢപ്രവരകസി അന്തൽ പ്രവരക റൈഡേ റബരെ അടിരക രാജിക നത്തിൽ കടകര. ആരുടെയോ കാൽപ്പത്തിയിൽ ആലയിൽ ശക്തമായ, അതായത് തിളച്ച വെള്ളം ഒഴിക്കുന്നത് പോലെ ദൈവസാന്നിധ്യം ആരുടെയോ കാൽപ്പത്തിയിൽ വീഴുന്നുണ്ട്. ജീസസ്. കർത്താവിന് വേണ്ടി തീ പിടിച്ചോടുവാൻ ഒരു നിയോഗം നിങ്ങളുടെ മേൽ വരുന്നുണ്ട്. ജീസസ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ മേൽ ഹല്ലേലൂയ ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു വലിയ തേജസ് ഇറങ്ങി വരുമെന്ന്
ദൈവാത്മാവ് ഇടപെടുകയാ. അടകാരകര ഹസ്താരാജ അന്തര പ്രവര റൈഷ രാഹ അറുതേ റഗതേ ഹത്തുര മധുരി അന്തക്ഷവന മറുഖവരാജക അജവനപക്ഷവനേതക നാജകൻ അന്തൽ കടകര അടക ക്ഷൈടപ്രവരകസി അസ്തപ്രവരക ഡാം അഴിച്ചുവിടുന്നത് പോലെ വലിയൊരു ഒഴുക്കിന്റെ വ്യാപാരം അതിശക്തമായി ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത തലത്തിലുള്ള ആത്മാവിന്റെ ഒരു ഒഴുക്കിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു. ദൈവാത്മാവ് ഇടപെടുക. ആർത്തിയുള്ളവർ സ്വീകരിക്കട്ടെ. ജീസസ് സ്വീകരിച്ചാൽ മാത്രം പോരാ, ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. അജരേ രഗനെ ഹസ്തനെ അനുദ രഗതല ഹത്തുര നികത്തുരാദിയ അജന രഗന ഹടുക റിഗതല അസ്തമനക്ഷമനേതക രാജകർ അന്തൽ പ്രവരകസി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. ഓ താങ്ക് യു ജീസസ്. ഉഷ റബര ഹറഗ നിഗതരെ അജരേ രഗരേ ഹത്തുര വിരജേ വൈഡ പ്രമനക നംശേ റവരേ അന്തുല മധുര മറുക്ഷേ മൗരേ റവരേ അടര റഗര റീതൽ കറുകര ഘടക അറിവര. ഈ ഇടത്തുകയുടെ തോള് മുതൽ തോളിന്റെ താഴ്വശം മുതൽ താഴേക്ക് ഈ വാരിയൽ തീർന്നിട്ട് റിബ്സ് തീർന്നിട്ട് ഇച്ചിരി കൂടെ താഴ്വശത്തേക്ക് ഇറങ്ങി ആ ഒരു സൈഡ് മുഴുവൻ ആവി അടിക്കുന്നത് പോലെ ദൈവസാന്നിധ്യം ആരുടെ മേൽ ഇറങ്ങുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന എല്ലാ പോരുകളും ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. റൂഡാഗമന ഹടകാറിമന അർച്ചനെ റിദാനി നെഗതരാദിയ അന്തലപ്രവരക റൈഡേ റവലെ അറക ക്ഷൈടപ്രവരക റീബൽക്കറുകര. അല്ലേ കർത്താവ് പറഞ്ഞു, എന്നെ പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ, നഗരത്തിൽ തന്നെ പാർപ്പി. അവർ കാത്തിരുന്നു. ജീസസ്. അതേ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ കർത്താവിന്റെ അമിത ബലത്താൽ നിറയപ്പെടേണ്ടതിനായി കാത്തിരിക്കുന്ന ഒരനുഭവം വെളിപ്പെടട്ടെ. അതിനുവേണ്ടി ആർത്തിയോടെ മല്ലുപിടിക്കുന്ന യാക്കോബ് പറഞ്ഞ പോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. മല്ലുപിടിക്കുന്ന ഒരു അനുഭവം ഈ നാളുകളിൽ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. മല്ലുപിടിക്കുന്നവൻ ഹല്ലേലൂയ അവൻ മേടിച്ചെടുക്കും. ആർത്തിയുള്ളവൻ മേടിച്ചെടുക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മിൽ നിന്ന് വെളിപ്പെട്ട് വരണം. ആർത്തി വെളിപ്പെടണം. മല്ല് പിടിക്കുവാൻ ഒരു ആർത്തി വരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ സംഗീതത്തിൽ വായിക്കുന്നില്ലേ 18, യുദ്ധത്തിനായി നിന്റെ അരികെ ശക്തി കെട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിലാണ് നിൽക്കുന്നത്. പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പുറകോട്ട് പോയാൽ തകർന്നു പോകും. ഈ ആത്മീയ യുദ്ധത്തിൽ കർത്താവിന്റെ അമിതബലം, ഹല്ലേലൂയ, ഉയരത്തിലെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടെങ്കിലേ ഈ യുദ്ധത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ, ജയിക്കാൻ കഴിയത്തുള്ളൂ. ശത്രു തോറ്റവനാണെങ്കിലും തന്ത്രങ്ങൾ അതിഭയങ്കരമായ നിലയിലാണ് തന്ത്രങ്ങൾ മെനയുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തതിൽ സാത്താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ വെളിച്ചദൂതനായി തന്നെ വെളിപ്പെട്ട് തന്ത്രത്തിൽ കുടുക്കി തകർത്തു കളയുവാൻ വാദിക്കുമ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ ആത്മതലം കയറുവാൻ, ആത്മതലത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് രാത്രി വരട്ടെ. ദൈവജനമേ, ഉണർന്ന് പ്രാർത്ഥിക്കാം, ശക്തിയോടെ പ്രാർത്ഥിക്കാം, മല്ല് പിടിച്ച് പ്രാർത്ഥിക്കാം. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങനെ കർത്താവിന്റെ അമിത ബലം പ്രാപിക്കുന്നെങ്കിൽ മതിലുകളെ, യെരിഹോവിന്റെ മതിലുകളെ ഇടിച്ച ദൈവശക്തി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഓ ഹല്ലേലൂയ. ദുഷ്ടം കെട്ടുന്ന മതിലുകൾ ആത്മാവിന്റെ അതിശക്തമേറിയ പ്രവാഹത്തിൽ തകർന്ന് തരിപ്പണമായി പോകും. നമുക്കറിയാം, ഉരുള് പൊട്ടി വരുമ്പോൾ തന്നെ വലിയ പാറകളൊന്നും ആ വഴി ഉരുട്ടിക്കൊണ്ട് പോക്കളെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഡാം അഴിച്ചുവിടുമ്പോൾ അതും അതിലും ഭയങ്കരമാണ്. ജീസസ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതിലൊക്കെ എത്രയോ പവർഫുൾ ആണ്
പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് അതിനെ തടഞ്ഞു നിർത്തുവാൻ ആർക്ക് കഴിയും? ഏത് ശക്തിക്ക് കഴിയും? ഈ നാളുകളിൽ അത് പ്രാപിക്കുവാൻ നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവക്ഷപര മറുഖര ജഗത്തുരാധിയായ അന്തരപ്രവരക റൈഷേവരെ അറുഷ രമന ഹസിനി. Thank you, Holy Spirit. Thank you, Jesus. Thank you, Father. Thank you, Father. Hallelujah. Hallelujah. ആദ്യ നൂറ്റാണ്ടിലേക്കാൾ അതിശക്തമായ ആത്മാവിന്റെ ശക്തിയേറിയ പ്രവൃത്തി, അതിശക്തമായ ആത്മപകർച്ച വെളിപ്പെടാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ഇടപെടുകയും അത് പ്രാപിച്ചുകൊണ്ട് ഓടുവാൻ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേസ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ തന്നെ പാർപ്പി. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേ. ഹല്ലേലൂയ. അതെ, ഈ നാളുകളിൽ കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ, നമ്മുടെ മുൻപാത്രങ്ങളിൽ പകരപ്പെടുവാൻ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങളെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, ആലോചനകൾ പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, തിരുവചനം കേൾക്കുന്ന ഇനി കേൾക്കാൻ പോകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അവരെ കർത്താവ് അനുഗ്രഹിക്കും. ഈ ദുഷ്കാലമത്തെ തിരിച്ചറിഞ്ഞ് കർത്താവിനോടൊന്ന് പറ്റിയിരിക്കുവാൻ, കർത്താവിനോടൊന്ന് ചേർന്ന് നടക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ, ദൂതന്മാരോട് ചേർന്ന് നടക്കുവാൻ കർത്താവ് മനസ്സറിയും. ആർത്തിയുള്ളവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രത്യേകാൽ ഈ നാളുകളിൽ കടന്നുപോകുന്ന അനുഭവങ്ങൾ, ഞെരുക്കങ്ങൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ കർത്താവെ അങ്ങയുടെ മഹത്വത്തിന്റെ ധനത്തിനൊത്തമാണ് അതെല്ലാം തീർത്തു കൊടുക്കണമേ. ഹല്ലേലൂയ. രോഗികളെ ബലപ്പെടുത്തണം, സൗഖ്യമാക്കണം, ബലഹീനരെ ബലപ്പെടുത്തണം കർത്താവെ. തകർന്നുപോയവരെ പണിയണമേ കർത്താവെ. മാനസികമായി ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ സമാധാനത്താൽ, സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ സർവാസം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ കർത്താവിന്റെ വലുവരി ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന കടന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. രാജാവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.